അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി എന്നത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല അൽ മസാജിദ് വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി തആല അൽ അസ്വാഖ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളും അവന് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള സ്ഥലം എന്ന് പറയുന്നത് അങ്ങാടികളുമാകുന്നു. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ സൂചിപ്പിച്ച പോലെ ഒരു മത്സ്യം വെള്ളത്തിലായിരിക്കുന്നത് അതിന് എത്രത്തോളം സൗകര്യപ്രദമാണോ അതേപോലെയായിരിക്കും ഒരു വിശ്വാസിക്ക് പള്ളിയിലായിരിക്കുക എന്നത്. എന്നാൽ ഈമാൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പള്ളിയിലായിരിക്കുന്ന അത്രയും സമയം അയാളുടെ അവസ്ഥ എന്നത് കരയിലകപ്പെട്ട മത്സ്യത്തെ പോലെയായിരിക്കും. കരയിലകപ്പെട്ട മത്സ്യം എത്രയും പെട്ടെന്ന് വെള്ളത്തിലെത്താൻ ശ്രമിക്കുന്ന പോലെ ഈമാൻ കുറഞ്ഞ ഒരു വ്യക്തി പള്ളിയിലെത്തിയാൽ പോലും എത്രയും പെട്ടെന്ന് ആ പള്ളിയിൽ നിന്ന് പുറത്തു കടക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനം എന്ന നിലക്ക്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇടങ്ങൾ എന്ന നിലക്ക് പള്ളികളുമായി ഇടപെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒന്നാമതായി, പള്ളിയിൽ വെച്ചുകൊണ്ട് ലാ തർഫഉ അസ്വാതക്കും, നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. അതേപോലെ പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകൾ അത് ചൊല്ലിക്കൊണ്ട് വേണം, ആ ഒരു മര്യാദയോട് കൂടി വേണം പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ആ ഒരു ദിക്റ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക എന്നൊക്കെയുള്ള ദിക്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത്, ഇതൊക്കെ നമ്മൾ നിർവഹിച്ചതിന് ശേഷമായിരിക്കണം പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. പള്ളിയിലായിരിക്കുമ്പോൾ നമ്മൾ അവിടെ ക്രയവിക്രയങ്ങളോ കച്ചവടങ്ങളോ ഒന്നും നടത്താൻ പാടില്ല. സഫുകൾക്കിടയിൽ വിടവുകളുണ്ടാക്കി രണ്ടാളുകളുടെ ചുമല് കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പ്രവേശിക്കാൻ പാടില്ല, മുന്നിൽ സ്ഥലമില്ലാതിരിക്കെ. ആ രൂപത്തിൽ നമ്മൾ പള്ളിയിൽ സന്നിഹിതരാകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഉള്ള ദുർഗന്ധം നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളി പോലെയുള്ള വസ്തുക്കൾ കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരുന്നു. കാരണം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് തന്നെ. അതേപോലെ പള്ളി ഒരിക്കലും ഖബറിന് മുകളിൽ നിർമ്മിക്കാൻ പാടില്ല. പള്ളിയുടെ ഉള്ളിലേക്ക് ഖബർ കൊണ്ടുവരാനും പാടില്ല. ഈ രൂപത്തിൽ നമ്മൾ പള്ളികളുമായി ഏറ്റവും നല്ല രൂപത്തിലുള്ള ബന്ധം പുലർത്താൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.